പേടിക്കൊന്നും വേണ്ട, പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. പ്രോപ്പർട്ടി എന്റെയാണ്. പിന്നെ നിങ്ങളെ രണ്ടുപേരും ആ കാക്കനാടിന്റെ പ്രോപ്പർട്ടിയെ കുറിച്ച് ഇങ്ങനെ വിറച്ചിരിക്കായിരുന്നില്ലേ? അതിന്റെ കാര്യം പേടിക്കേണ്ട, എല്ലാം ക്ലിയർ ആണ്. എന്റെ പേപ്പേഴ്സ് റെഡിയാണ്. നിങ്ങൾ ഫണ്ട്സ് അറേഞ്ച് ചെയ്താൽ മതി. പിന്നെ യെസ്, പുന്നുസച്ചാനെന്ന് എത്തുമെന്നും സോണിച്ചനെ വഴിയിലിറക്കിയിട്ട് ഇന്നലെ കണ്ട് ദേവന്മാരുമായിട്ട് ഡീൽ ഉറപ്പിക്കുന്നു പറഞ്ഞപ്പോ സത്യമായിട്ട് ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അല്ല, ഞാനെപ്പോഴും വിശ്വസിച്ചിട്ടില്ല. നിങ്ങളെനിക്ക് മനസ്സിലായില്ല. ഇത് ജ്യോതിലാൽ എൻ്റെ സുഹൃത്താ. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവൻ ഇടപെടും. ഓ ഐ സി. നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? ഞാൻ എൻ്റെ പ്രോപ്പർട്ടി അയാൾക്ക് കൊടുക്കുന്നില്ല. അയാളുടെ പണം കൈപ്പറ്റാത്തിടത്തോളം കാലം എനിക്കങ്ങനെ തീരുമാനിച്ചൂടെ? പുന്നുസച്ചായ, ഇത് ദുബായ് UK ഒന്നുമല്ല, കൊച്ചിയാ. കൊച്ചി. ഇവിടെ കളിയായാലും കച്ചവടമായാലും അതിനൊരു എത്തിക്സ് ഉണ്ട്. അല്ല സുഹൃത്ത്, അതിന് ഞങ്ങൾ ഉണ്ടായിരിക്കടാ. അനിയൻ നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷേ ആരോടെന്നുള്ളതാണ് പ്രശ്നം. പ്രശ്നങ്ങൾ സ്വാഭാവികമല്ലേ പുന്നൂസെ? അതെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നതുപോലിരിക്കും. ഈ പ്രശ്നം ഇപ്പോ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കണം. ആ പ്രോപ്പർട്ടി സോണിക്ക് തന്നെ കൊടുക്കണം, പ്ലീസ്. പേരെന്താന്നാ പറഞ്ഞത്? ആ, ജ്യോതിലാൽ. ജ്യോതിലാൽ, നമ്മളിങ്ങനെ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതിൽ നല്ലത് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതായിരിക്കും. ഇറങ്ങി പോകുന്നതായിരിക്കുന്നല്ല, ഇറങ്ങിപ്പോണം. ഇറങ്ങിപ്പോണം മിസ്റ്റർ, ഇറങ്ങിപ്പോടാ. സോണി വാടാ. ഞാൻ പറഞ്ഞില്ലേ, അവൻ പ്രിപ്പയർഡ് ആയിട്ടാ. കമ്മിറ്റ് ചെയ്ത 4 പ്രോപ്പർട്ടി അവൻ മൈക്കിളിൽ തന്നെ കൊടുക്കും. പിന്നെ നമ്മുടെ കട്ടയും പടവും മടങ്ങും. അതൊക്കെ നമ്മുടെ തന്നെ വരുവാടാ. അവന്റെ കെട്ടിയോളും പിള്ളേരും അത് മാന്യമായിട്ട് നമുക്ക് തന്നെ വിലക്കി തരും. കുട്ടികളില്ല അവനെ, കെട്ടിയവളുണ്ട്. കുതിര പോലൊരു സാധനം. സന്തോഷേ, നീ മുരുകനും ഇന്ന് മുഴുവൻ ആയക്കൊപ്പം ഉണ്ടാവണം. ശരി സാർ. ചാവിത. എടാ ജ്യോതി, എന്നാ ചെയ്യാനടാ? പറയാം, വാ കയറ്. ഞാൻ കാറിലുണ്ടാവും. നീ അവിടെ ഇരിക്കേണ്ട ജ്യോതി. എങ്ങോട്ടാ? ഫ്രാൻസിന്ന് കൊണ്ടുവന്നതാ. രണ്ടര അടിച്ചു പോന്നേ. മാറോ. സോണിച്ച, രാത്രി ഒരുപാട് വൈകരുത്, പണിയുള്ളതാ. അവന് നീ മറ്റൊരിട്ട് ഒരു പണി കൊടുത്താലേ ഇരിക്കപ്പുറത്തി വരത്തുള്ളൂ, അല്ലടാ ജ്യോതി? പ്രമേയ കർഷകസമയത്ത് ഒരുപാട് സഹായിച്ചാണ് സോണിച്ച. ഇടയ്ക്കിടയ്ക്ക് പ്രമേയെന്ന് പറയാറുണ്ട്. എന്താ മേബൂബ് കൊച്ചു കുട്ടികളെ പോലെ? അത് വീട്. നമുക്ക് പൈനാവിലൊക്കെ ഒന്ന് പോണ്ടേ പഴയതുപോലെ? പണി കൊടുക്കുന്ന അടിച്ചോണ്ട് വരാറുമല്ലോ. വിട്ട് ഫിഗർ കേട്ടോ. അല്ല, ഞാൻ പുള്ളിക്കാരൻ ബിസിസിന്റെ ഫോട്ടോ ശ്രദ്ധിച്ചിരുന്നേ. കഴിഞ്ഞ മാസം ബിസിസ് വനിതാ മാസികയിൽ കൊടുത്ത ഇന്റർവ്യൂവിലെ നിങ്ങളുടെ പ്രേമകാര്യത്തെ കുറിച്ചൊക്കെ എവിടെ പറഞ്ഞിരുന്നു. യു ആർ വെരി ലക്കി. ഇന്നത്തെ ആ ഫിഗർ സ്വയം തന്നെ ആക്ടിങ് ആകട്ടോ. ഇന്നത്തെ ഡാൻസ് ഡാൻസ് അയ്യോ, ഇപ്പൊ പറഞ്ഞ നാം എടുത്തേ ഉള്ളൂ. 100 ആയിസ കേട്ടോ. സോണിച്ച ഗിഫ്റ്റ് കൊണ്ടുകൊടുത്തേ. ഞാൻ എന്നാ സാധനം വേവിച്ചെന്ന് ചെല്ല്. ശശിയായി. ഞാനൊരു 1000 വട്ടം പറഞ്ഞിട്ടുണ്ട്, സൽക്കാരൊക്കെ വീടിന്റെ പുറത്ത് വെച്ച് മതിയെന്ന്. നിങ്ങൾ ആരാ എന്റെ ഭർത്താവോ അതെന്റെ പിമ്പോ?
അതുകൊണ്ട് ജീവിതം വഴി മുട്ടിയപ്പോ ഞാൻ നിങ്ങൾക്ക് വഴങ്ങി തന്നിട്ടുണ്ട്. എന്റെ കഥകാടുമുണ്ട്. അന്ന് നിങ്ങൾ എനിക്ക് എന്റെ ഭർത്താവിന് ഒരുപാട് സഹായങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. അവസാനം കൂടെ കിടന്ന് മടുത്തപ്പോ നിങ്ങൾ എന്നെ ഒഴിവാക്കാൻ ഒരു നാടകം കളിച്ചു. അത് ഞാൻ ക്ഷമിച്ചു. മതി. ഇനി അങ്ങനെ ഒന്നുണ്ടായാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. അതിനു വേണ്ടി ആദ്യം ഇവിടെ ആർക്ക് കള്ളപ്പണം വാങ്ങിക്കൊടുക്കണ്ട. ദയവ് ചെയ്ത് ഉപദ്രവിക്കാതിരിക്കും പ്ലീസ്. അവൻ വരുന്നു ഇത്ര പെട്ടെന്നാ? അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നില്ല കേട്ടാ. ദേവശങ്കർ, ഹലോ. കുഞ്ഞുമോനോട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിൽക്കാൻ പറ. ഞാൻ എന്താ വരുന്നു. ആ, സന്തോഷാ വിളിച്ചത്. നിങ്ങൾ ഇറങ്ങിക്കോ. നിങ്ങൾ ഇറങ്ങിക്കോ, ഞാനിവിടെ വരാം. ഓ പിന്നെ, പരുമലപ്പള്ളിയിൽ പെരുന്നാളോടാൻ പോവല്ലേ? ഇറങ്ങടാ. കൊട്ടയം കളിച്ചിരുന്നാലേ അവനവന്റെ പാട്ടിന് പോകും. ഇറങ്ങ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഞാൻ റൂമിൽ കാണും.